ക്വണത്കിങ്കിണീജാലകോലാഹലഡ്യം ലസൽപീതവാസോ വസാനം ചലന്തം യശോദാംഗണേ യോഗിനാമപ്യഗമ്യം ഭജേഹം മുകുന്ദം ഘനശ്യാമവർണം. എല്ലാവർക്കും ജ്യോതിർഗംഗയുടെ പഠന പദ്ധതിയിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സൂര്യാദി ബുധപര്യന്തം ഗ്രഹങ്ങളുടെ പൂർണ്ണമായ ഭാവഫലങ്ങളെ പറയപ്പെട്ടതിന് ശേഷം 7ാം ഭാവത്തിൽ വ്യാഴം നിന്നാലുള്ള ഫലത്തെ കൂടി വിശദീകരിച്ചു. ഇന്ന് നമുക്ക് പറയേണ്ടത് 8ാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ അനുഭവിക്കേണ്ടതായ ഫലവിഷയത്തെക്കുറിച്ചാണ്. ആയതിനെ നമുക്കൊന്ന് പരിശോധിക്കാം. ചിരം നോ വസേൽ പൈതൃകേ ചൈവ ഗേഹേ ചിരസ്ഥായിനോ തദ്ഗൃഹം തസ്യ ദേഹ ചിരം നോ ഭവേത് തസ്യ നീരോഗഭംഗം ഗുരുർമൃത്യുഗോ യസ്യ വൈകുണ്ഠഗന്ധ. ഒന്നുകൂടി ചെല്ലാം. ചിരം നോ വസേൽ പൈതൃകേ ചൈവ ഗേഹേ ചിരസ്ഥായിനോ തദ്ഗ്രഹം തസ്യ ദേഹ ചിരം നോ ഭവേത് തസ്യ നീരോഗഭംഗം ഗുരുർമൃത്യുഗോ യസ്യ വൈകുണ്ഠഗന്ധ. ഗുരു മൃത്യുഗോ. മൃത്യു എന്ന് പറഞ്ഞാൽ 8ാമത്തെ രാശി. സർവപ്രണാശോ വിപദോപവാദോ ഹേതുപ്രദേശോ മരണസ്യ. മരണത്തിൻ്റെ ഹേതുവും പ്രദേശവും ചിന്തിക്കുന്നതായ രാശിയായ അഷ്ടമരാശിയാണ് മൃത്യു എന്നുള്ളതായ രാശിയെ കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത്. ഗുരു മൃത്യുഗോ. മൃത്യുകനായ ഗുരുവിനാൽ വ്യാഴം മൃത്യുകനായാൽ, ഗുരു എന്ന് പറഞ്ഞാൽ വ്യാഴം, വ്യാഴം അഷ്ടമസ്ഥാനത്ത് നിന്നാൽ അനുഭവിക്കേണ്ട ഫലവിഷയങ്ങളെയാണ് മേൽ സൂചിപ്പിച്ചത് എന്ന് അവസാന വരിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. ചിരം നോ വസേൽ പൈതൃകേ പൈതൃകേ ചൈവ ഗേഹേ. ചിരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികകാലം, വളരെ കാലം എന്നൊക്കെ അർത്ഥം. നോ വസേൽ വസിക്കുകയില്ല. നോ വസേൽ അധികം വസിക്കുകയില്ല. പൈതൃകേ ചൈവ ഗേഹേ പൈതൃകമായി കിട്ടിയതായ ഗേഹത്തിങ്കൽ, അതായത് അച്ഛൻ, പൈതൃകം എന്നുള്ളത് ഉദ്ദേശിച്ചത് കൊണ്ട് അച്ഛൻ്റെ താവഴി വകുപ്പിൽ സിദ്ധിക്കപ്പെട്ടതായ ഗൃഹത്തിൽ അധികകാലം താമസിക്കാനുള്ളതായ യോഗം പ്രസ്താവന് ഉണ്ടാകില്ല എന്നുള്ളതായ അർത്ഥം. ചിരസ്ഥായിനോ തദ്ഗൃഹം തസ്യ ഭൂമി. അവനുണ്ടാകുന്നതായ ഭൂമിയും ഗൃഹവുമെല്ലാം അധികകാലങ്ങൾ താമസിക്കാൻ കഴിയാത്തതായ അവസ്ഥ വന്നുപെട്ടുകൊണ്ടേയിരിക്കും. സ്വന്തമായി സമ്പാദിച്ച് ഗൃഹം നിർമ്മിച്ചാൽ പോലും അതിൽ അധികം കാലം താമസിയാതെ വിട്ടൊഴിഞ്ഞു പോകേണ്ടതായ അവസ്ഥ ഉണ്ടാകും എന്നർത്ഥം. തസ്യ ദേഹവും അങ്ങനെയാണ്. അധികകാലം ദേഹസുഖത്തെ അനുഭവിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ചിരസ്ഥായി നോ തദ്ഗ്രഹം തസ്യ ദേഹ ചിരം നോ ഭവൽ തസ്യ നീരോഗഭംഗം എന്നുള്ളതാണ്
അടുത്ത വരി. പൊതുവെ ശാരീരികമായി കഷ്ടതകളും ക്ലേശങ്ങളും ലഭിച്ച് ആയുസ് കുറഞ്ഞിരിക്കാൻ യോഗമുള്ളതായ ഒരവസ്ഥയെയാണ് പറയപ്പെട്ടത്. എങ്കിലും ഗുരുർ മൃത്യുഗോ, അഷ്ടമത്തിൽ വ്യാഴം നിന്നാൽ യസ്യ വൈകുണ്ഠഗന്ധ, അതായത് വൈകുണ്ഠഗതിയെ പ്രാപിക്കും എന്നർത്ഥം. അതായത് ഒരു മോക്ഷം സിദ്ധിക്കാനുള്ളതായ യോഗവും കൂടി അഷ്ടമത്തിൽ വ്യാഴത്തിന് പറയേണ്ടതുണ്ട്. ഒന്ന് വ്യക്തമാക്കി തരാം. അഷ്ടമത്തിൽ വ്യാഴം നിന്നാൽ പിതാവിങ്കൽ നിന്ന് കിട്ടിയതായ ഗേഹത്തിൽ അധികകാലം വസിക്കാൻ യോഗം ഉണ്ടാകുന്നതല്ല. അതുപ്രകാരം താൻ സ്വന്തമായി മറ്റൊരു ഗൃഹത്തെ നിർമ്മിച്ചാൽ അതിലും അധികമായി താമസിക്കാൻ കഴിയാത്ത അവസ്ഥയും സാഹചര്യങ്ങളും വന്നുവിടും എന്നർത്ഥം. ശരീരവും ചിരകാലം നിലനിൽക്കുന്നതല്ല, അയാളുടെ ദേഹവും എന്താണ്, അധികകാലം നിലനിൽക്കുന്നതല്ല എന്നർത്ഥം. അപ്പോൾ ആയുസ് കുറഞ്ഞിരിക്കാൻ യോഗമുണ്ട് എന്ന് മനസ്സിലാക്കണം. പല വിധത്തിലുള്ളതായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുവാനുള്ളതായ അവസ്ഥയും കാണുന്നുണ്ട്. അല്പായുസിൻ്റേതായ ചില വിഷയങ്ങളെല്ലാം ഉണ്ടെങ്കിലും മരണശേഷം വൈകുണ്ഠപ്രാപ്തി വന്നേക്കാൻ ഇടയുള്ളതായ അവസ്ഥയും നമുക്ക് പറയേണ്ടതുണ്ട്. നമുക്ക് ഈ പ്രമാണത്തെ സംക്ഷേപിച്ച് ഒരു അർത്ഥത്തെ പറയാം. ചിരം നോ വസേൽ പൈതൃകേ ജൈവഗേഹേ ചിരസ്ഥായിനോ തദ്ഗ്രഹം തസ്യ ദേഹം ചിരന്നോ ഭവേത് തസ്യ നീരോഗഭംഗം ഗുരുർ മൃത്യുഗോ യസ്യ വൈകുണ്ഠഗന്ധം. വ്യാഴം ഏതൊരാൾക്ക് അഷ്ടമത്തിൽ നിൽക്കുന്നുവോ അവൻ വളരെ കാലം അച്ഛൻ്റെ ഗൃഹത്തിൽ താമസിക്കുന്നതല്ല, സ്വന്തം ഗൃഹം സമ്പാദിച്ച് അതിൽ താമസിക്കും. അവൻ്റെ ഗൃഹവും വളരെ കാലം നിലനിൽക്കുന്നതല്ല, അവൻ്റെ ശരീരം വളരെ കാലം രോഗമില്ലാതെ ഇരിക്കുന്നതല്ല, വൈകുണ്ഠത്തെ പ്രാപിക്കുകയും ചെയ്യും. എന്നാൽ അവൻ പ്രായേണ രോഗക്കാരനായും അച്ഛൻ്റെ ഗൃഹത്തിങ്കൽ അധികകാലം താമസിക്കാൻ സാധിക്കാതെ വേറെ ഗൃഹം ഉണ്ടാക്കി അതിങ്കലോ അന്യഗൃഹത്തിങ്കലോ പാർക്കുന്നവനായും ആ ഗൃഹവും അധികകാലം നിൽക്കാതെ ഉള്ളതായിത്തീരുകയും ചെയ്യും. ദീർഘായുസായി തീരാതെ അല്പായുസാണെങ്കിലും മരണാനന്തരം വിഷ്ണുലോകത്തെ പ്രാപിക്കുകയും ചെയ്യും എന്ന് മനസ്സിലാക്കണം. ഈ പറഞ്ഞതായ കാര്യത്തിൽ അഷ്ടമത്തിൽ വ്യാഴം വരുന്ന ആളുകളൊക്കെ അല്പായുസുള്ള ആളുകളാണെന്ന് ധരിക്കാൻ പാടില്ല. ആയുസിൻ്റെയൊക്കെ ഒരു സാമാന്യ പ്രകരണ വിഷയത്തിൽ പറഞ്ഞു പോയതാണ്. ആയുസിനെയൊക്കെ ചിന്തിക്കാൻ അഷ്ടമഭാവമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം നിയമങ്ങൾ മറ്റു പലതുമുണ്ട്. അതൊക്കെ നോക്കിയിട്ട് ആയുസ്സിനെ നിർണ്ണയിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ അഷ്ടമത്തിൽ വ്യാഴമുള്ള ആളുകളുണ്ടെങ്കിൽ അവർ എനിക്ക് അങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ടെന്ന് വെച്ച് പറഞ്ഞതാണ്. കേവലം അഷ്ടമത്തിൽ വ്യാഴം മാത്രമല്ല ആയുസിൻ്റെ നിരൂപണ സാധനങ്ങൾ. അത് ദീർഘായുസ് യോഗം, അല്പായുസ് യോഗം, സദ്യോമൃതി, അങ്ങനെ പറയുന്ന മരണലക്ഷണങ്ങൾ പലതും ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് ഇത് പറയാൻ പാടുള്ളൂ. കേവലം അഷ്ടമത്തിൽ വ്യാഴം നിന്നാൽ അയാൾ അല്പായുസാണെന്ന് നമ്മൾ പറയാൻ പാടില്ല. ഇത് ഒരു ഭാവഫലം മാത്രമാണ്. മറ്റുള്ള എന്തെങ്കിലും ഗ്രഹസ്ഥിതികളെ കൊണ്ട് ഈ ഭാവഫലം ചിലപ്പോൾ മാറ്റപ്പെട്ടേക്കാൻ സാധ്യതകളുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.